സോറോ. ഹായ് കാൻഡി ഹായ് എനിക്ക് ഹായ് ഇറ്റ്സ് മീ അക്ഷയ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് നമ്മുടെ ഗപ്പിക്കുളം വൃത്തിയാക്കുന്ന ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ പെറ്റ്സിനൊക്കെ ഒരു ദിവസം കാണിച്ചു തരാം. അങ്ങനെ കുറേയൊന്നുമില്ല, പക്ഷെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിനൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യത്തെ ആൾ സോറോ. അപ്പോൾ സോറോയുടെ ഷോർട്സൊക്കെ കുറേ പേര് കണ്ടിട്ടുണ്ടാവും, പിന്നെ ചില വീഡിയോസിലൊക്കെ വന്ന് പോകാറുണ്ട്. അപ്പോൾ ബീഗിളാണ്, ഏകദേശം ഇപ്പോൾ 6 മാസം ആവാറായിരുന്നു കേട്ടോ. അപ്പോൾ സോറോ ഒന്ന് പേര് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇത് മെയിലാണെന്നാണ്, പക്ഷെ ഇത് ഫീമെയിലാണ് അല്ലേ? ഫീമെയിലല്ലേ നീ? ഫീമെയിലാണ്. ആളിച്ചിരി ബിഗിളിയാണെങ്കിലും പാവാട്ടോ, പക്ഷെ വാശി ഒടുക്കത്ത വാശിയാണ്. എന്താ ആൾക്ക് കൂട്ടിലിടുന്നത് തീരെ ഇഷ്ടമല്ല. നമ്മളെപ്പോഴും ഇങ്ങനെ എന്നാൽ നമ്മളാളെ നമ്മളിപ്പോഴും ഇതാക്കിക്കൊണ്ടിരിക്കണം, മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ആൾ സോറോ. ഹൈ കൊടുക്ക്, ഹൈ കൊടുക്ക്. അപ്പോൾ ഞാൻ ഈ അടുത്ത ആൾക്കാരെ കാണിച്ചതരാം. സോറോനെ ലോക്ക് ചെയ്ത കാരണം അവിടെ നിന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആൾക്കാർ കൂട്ടിലതേ അവർക്കുള്ള ഫുഡ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആൾക്കാർ. ഇവരൊക്കെ പുതിയവരാട്ടോ. ഇത് BV380 ആണ്. ഇത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴികളാട്ടോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ സെറ്റ് കോഴികൾ. ഇവരാണ് ഇപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയിരിക്കുന്നത്, പക്ഷെ ഇപ്പോൾ മുട്ട കുറഞ്ഞു. നമുക്കിനി അവർക്കുള്ള ഫുഡ് കൊടുക്കാം കേട്ടോ. ഈ 2 കൂട്ടിലുള്ളവരെ നമ്മൾ പുറത്തേക്ക് വിടാറില്ല. താഴത്തുള്ളവരെ മാത്രം നമ്മൾ അഴിച്ചിടാറ്. കോഴികളുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് വേറെ 2 ആൾക്കാരുണ്ട്, കാണിച്ചുതരാം. ചോക്ലേറ്റ് പ്രാവ്. ഇവർ ഈ കൂട്ടിലിട്ടേക്കുന്നത് ഇപ്പോൾ ഇവർ വന്നിട്ട് കുറച്ചാളായിട്ടുള്ളൂ. ഇവർ നമ്മളായിട്ട് അങ്ങോട്ട് ഇണങ്ങിയിട്ടില്ല. ഇണങ്ങി തുടങ്ങുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വിട്ട് വളർത്താമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചേക്കുന്ന കണ്ടോ. കാലിലൊക്കെ അത്യാവശ്യം ഫെദറൊക്കെ ഉള്ളതാണ്. ചോക്ലേറ്റ് പ്രാവ് എന്നല്ല, ഇതിന് വേറെ എന്തോ പേരുണ്ട്, പക്ഷെ ഞാൻ മറന്നുപോയി. ഫുഡൊക്കെ ഓൾറെഡി വെച്ച് കൊടുത്തത് ബാക്കിയിരിക്കുന്നുണ്ട്, ഫുഡുകളിലൊക്കെ. പ്രാവ് കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണതാട്ടോ. കണ്ട സ്ഥിരം പരിപാടി അത്. അങ്ങനെ അത് കോഴിക്കും പ്രാവിനൊക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് മീനിൻ്റെ അടുത്തേക്ക് പോവാം. സോറോനെ കൂട്ടിലാക്കിയപ്പോൾ ആൾ ഭയങ്കര കലിപ്പില്ല. ഇനി നമുക്ക് നമ്മുടെ മീൻകുളത്തേക്ക് പോവാം കേട്ടോ. ഇതാണ് നമ്മൾ അന്ന് ക്ലീനാക്കിയ മീൻകുളമാണ്. ഇതിൽ ഇപ്പോൾ ആകെ മഴ പെയ്തതിന് ശേഷം ഈ ചണ്ടി ആകെ നിറഞ്ഞ് മൂടിയേക്കാം. കാണിച്ചു ഇതിലെ മീനെ ഞാൻ കാണിച്ചുതരാം. അന്ന് നമ്മൾ ഈ മീൻകുളം വൃത്തിയാക്കുന്ന വീഡിയോ കണ്ടിട്ട് കുറച്ച് മീനൊക്കെ കുറച്ച് പേർക്ക് കൊടുത്തു കേട്ടോ. പക്ഷെ എന്നാലും ഉണ്ട്, അത്യാവശ്യം മീനൊക്കെ ഉണ്ട്. കണ്ടോ, നിറയെ പ്ലാറ്റി കുഞ്ഞുങ്ങളാണ് കൂടുതലും. വീണ്ടും ക്ലീൻ ആക്കാറായിട്ടുണ്ട്. ഇവർക്ക് നമ്മളങ്ങനെ ഡെയിലി ഒന്നും ഫുഡ് കൊടുക്കലില്ല, വല്ലപ്പോഴും ഇങ്ങനെ കൊടുക്കലേ ഉള്ളൂ.
തെങ്ങിൻ്റെ വേരൊക്കെ വന്നിട്ടുണ്ട്. ഈ സാധനം ഈ മീൻകുളം ഞാൻ അനിയനും കൂടി നമ്മുടെ കൊറോണ സമയത്ത് വെറുതെ ഇരുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ്. റംബൂട്ടാൻ്റെ തൈ. കഴിഞ്ഞിട്ടില്ല, കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്, ഞാൻ അവരും കൂടി കാണിച്ചു തരാം. ഇത് അടുത്ത ആൾക്കാർ നമ്മുടെ ഫിഞ്ചസ്. ഇതിലിപ്പോൾ ഏകദേശം 5 ഫിഞ്ചസ് ഉണ്ട്. ആക്ച്വലി 6 ഉണ്ടായിരുന്നു, ഒരെണ്ണം ചത്തുപോയി. 2 വൈറ്റ്, ഒരു ആഷ്, പിന്നെ ഒരു മിക്സഡ് കളറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അതായിരുന്നു ചത്തുപോയി. കണ്ടോ ഈ കൂട് കണ്ടോ? കൂട് ഞാൻ കാണിച്ചത്. ഈ കൂട് നമ്മളൊരു ചെടിച്ചട്ടിന്ന് സെറ്റ് ചെയ്തേക്കെന്താ. ഇതൊക്കെ ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമാണെങ്കിലും ഡെയിലി സംഭവം ചെയ്യാൻ കുറച്ച് പാടാ. ഞാൻ നാട്ടിലുള്ളപ്പോൾ ഞാൻ തന്നെ ചെയ്യും, ബാക്കിയുള്ള ദിവസമൊക്കെ അങ്ങനെ ചെയ്യാറ്. അവസാനമായിട്ട് ഒരാളും കൂടി ഉണ്ട്, ആളെ എത്താട്ടുള്ളേ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അവസാനത്തെ ആള്, ഫൈറ്ററാണ്. ആക്ച്വലി ഇതിൻ്റെ മെയിലും ഉണ്ടായിരുന്നു, പക്ഷേ മെയിലിപ്പോൾ ചത്തുപോയി, ഇപ്പോൾ ഫീമെയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സ് കേട്ടോ. ആക്ച്വലി ഇവർ കൂടാണ്ട് വേറെ കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. നമ്മുടെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു, പൂച്ചയുടെ പേരും സോറോ എന്ന് തന്നെയായിരുന്നു. അപ്പോൾ ആ പൂച്ചയുടെ ഓർമ്മയ്ക്കാണ് നമ്മൾ പട്ടിക്ക് സോറോ എന്ന് പേരിട്ടുള്ളത്. പിന്നെ ഒരു വേറെ ഞാൻ പറഞ്ഞില്ലേ ഒരു മെയിൽ ഫൈറ്റർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കളക്ക ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇല്ല. ഇപ്പോൾ നമുക്ക് ഇത്ര വരെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.